അവൻ അവിശ്വസ്തനായി മാറുകയില്ല. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ കൈവിട്ടോ? ഇല്ല. യോസഫിന്റെ 13 വർഷത്തെ കഷ്ടതയുടെ കാലഘട്ടം പൊട്ടക്കിണറ്റിൽ എടുത്തെറിയപ്പെട്ടു. ആരാ? സ്വന്തം ജ്യേഷ്ഠന്മാരാ, സ്നേഹിക്കേണ്ടവർ, കരുതേണ്ടവർ, കൈപിടിച്ച് നടത്തേണ്ടവർ. ഇവനെ വലിച്ച് അവൻ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞു. എന്നിട്ട് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കരക്കി കയറ്റിയിട്ട് അവൻ വിദ്യാന്യർക്ക് അവനെ വിറ്റു. എന്നിട്ട് തന്റെ സഹോദരന്റെ വസ്ത്രമെടുത്ത് മൃഗത്തിന്റെ രക്തം പുരട്ടിയിട്ട് തന്റെ സഹോദരനെ കൊന്നെന്ന് അപ്പന്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞ സഹോദരങ്ങൾ. ആമേൻ. പക്ഷെ പ്രിയരെ, പോത്തിഫറിന്റെ വീട്ടിൽ പോയി ചെയ്യാത്ത കുറ്റത്തിന് തെറ്റ് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നു. പക്ഷെ ബൈബിൾ എഴുതി വെച്ചു, ഈ 13 വർഷക്കാലവും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. 13 വർഷക്കാലം അവന്റെ സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, അപ്പൻ കൂടെ ഉണ്ടായിരുന്നു, അമ്മ കൂടെ ഉണ്ടായിരുന്നു, കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ കൂടെ ഒരു ദൈവം ഉണ്ടായിരുന്നു. യേശു പറയുക, എന്നെ അവൻ ഏകനായിട്ട് വിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നെ അവൻ ഏകനായിട്ട് വിടാത്തത്? ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. എന്തുകൊണ്ട് പ്രിയരെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ മാനിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാ പ്രിയരെ ചില സ്ഥലങ്ങളിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്? ചില സ്ഥലങ്ങളിൽ പ്രിയരെ ചില വേദികൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത്, അർഹതയില്ലാത്ത ഇടങ്ങളിൽ ദൈവം നമ്മെ നിർത്തുന്നതിന്റെ റീസൺ നമ്മുടെ കൂടെ ഒരുവൻ ഉള്ളത് കൊണ്ടാണ്. ആമേൻ. മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു പറയുക, ഞാൻ നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. നോക്കിക്കൊള്ളു പ്രിയ, 2 കാര്യങ്ങൾ പറയുക. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ തികച്ചിരിക്കുകയാണ്. തന്നെ നിയമിച്ചാക്കിയവൻ യേശു വിശ്വസ്തനായിരുന്നു. തന്നെ ആരാണോ നിയമിച്ചാക്കിയത്, ആമേൻ, ഹല്ലേലൂയ, അവന് യേശു ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ഈ ഭൂമിയിൽ യേശു ആയിരുന്നിടത്തോളം കാലം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. തന്റെ പ്രവൃത്തികളിൽ കൂടെ, തന്റെ വാക്കുകളിൽ കൂടെ, തന്റെ നടപ്പിൽ കൂടെ മഹത്വപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് പറയുക, പിതാവായ ദൈവം തന്റെ യജമാനൻ തന്നെ ചെയ്യുവാൻ ഏൽപ്പിച്ച സകല പ്രവൃത്തികളും തികച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു വളരെ സങ്കടകരമായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിശ്വാസിയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു ഫാമിലി തൊഴിലുപേക്ഷിച്ചു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞു. ഈ മനുഷ്യൻ ആ ദൈവദാസന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്കൊരു 300 രൂപ വേണം. ആ ദൈവദാസന്റെ കൈ ശൂന്യമായിരുന്നു. ആ ദൈവദാസന്റെ അന്നത്തെ സാമ്പത്തിക അവസ്ഥ എനിക്കറിയാം. 1 രൂപ പോലും കയ്യിലെടുക്കാനില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലില്ല. ലീഡർ പറയുക, എന്റെ കയ്യിലില്ല. ഈ ചെറുപ്പക്കാരൻ എല്ലാം ത്യജിച്ച് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വേലക്കിറങ്ങി ഈ മനുഷ്യൻ തിരിഞ്ഞു എന്ന് പറയുക, മേസ്ത്രി പണിക്ക് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും എനിക്ക് ഗുണമുണ്ടായിരുന്നേനെ. 1000 രൂപ എനിക്ക് ഡെയിലി ശമ്പളം കിട്ടിയേനെ. ഇത് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് ചെറുപ്പക്കാരൻ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം പ്രിയരെ, ഇന്ന് ഞാൻ അറിയുന്നത് അവൻ സുവിശേഷ വേലയ്ക്കകത്തില്ല. എന്തുകൊണ്ട് പ്രിയരെ? യജമാനന്റെ മുൻപിൽ അവിശ്വസ്തനായിരിക്കുന്നവന് വളരാൻ കഴിയത്തില്ല. ലീഡർഷിപ്പിന്റെ മുൻപിൽ അവിശ്വസ്തത പുലർത്തിയാൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ചിലത് ഞാൻ പറഞ്ഞല്ലോ, വിശ്വസ്തത വെളിപ്പെടുത്തണമെങ്കിൽ ചിലരൊക്കെ സഹിക്കേണ്ടി വരും, ചിലരൊക്കെ ത്യജിക്കേണ്ടി വരും, ചില ഇഷ്ടങ്ങൾ വെടിയേണ്ടി വരും, ചില വേദനകൾ അനുഭവിക്കേണ്ടി വരും. ആമേൻ. ഞാനൊരു എക്സ്പീരിയൻസ് കൂടി പറയാം. ആമേൻ. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് പ്രിയരെ. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മധുര വഴിയാണ് പോകുന്നത് വരുന്നത്. ഒരു റൂട്ട് ഏകദേശം 530 കിലോമീറ്റർ ഉണ്ട്. ശനിയാഴ്ച ഞങ്ങൾ തിരിച്ചു വരികയാണ്. 530 കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുകയാണ്. ഏകദേശം മധുര കഴിഞ്ഞപ്പോൾ പ്രിൻസ് പാസ്റ്റർ എന്നെ വിളിച്ചു. എന്റെ ലക്ഷ്യം ഞായറാഴ്ച അതിരാവിലെ എത്തും,
കിടന്നു രാവിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാം. 3 മണിയാകുമ്പോൾ പ്രിൻസിപ്പാസ് വിളിച്ചിട്ട് പറയുക, വൈകുന്നേരം രാത്രി കോഴഞ്ചേരി എത്തണം. 6-7 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങിയാലും ലേറ്റ് ആവും. അതേപോലെ കുഴപ്പമില്ല, ലേറ്റ് ആയാലും കുഴപ്പമില്ല, അവിടെ എത്തണം. എനിക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് ആരാധനയ്ക്ക് ശുശ്രൂഷിച്ചിട്ട് വീണ്ടും 10-300 കിലോമീറ്റർ യാത്ര ചെയ്യുക എന്നുള്ളത് അസംഭവനീയമായ ഒരു കാര്യമാണ്. അന്ന് എന്റെ കൂടെ ചിപ്പിൻ വന്നിരുന്നു, ജിജോ വന്നു. ഞാൻ അവരോട് പറഞ്ഞൊരു പദമുണ്ട്, എന്നെ വിളിച്ച മനുഷ്യനിൽ ഒരു വിശ്വാസമുണ്ട്. ഞാൻ വിളിച്ചാൽ സുനിൽ പാസ്റ്റർ വരുമെന്ന്. ആ വിശ്വാസത്തിന്റെ പുറത്ത് എന്നെ ആ ദൗത്യം അദ്ദേഹം ഏൽപ്പിച്ചത്. ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, അവൻ നിന്നിലുള്ള വിശ്വസ്തത വെളിപ്പെടുത്തണമെങ്കിൽ ചിലതൊക്കെ നീ സഹിച്ചേ മതിയാകൂ. ചില